ഇന്നിപ്പോ ഒരു കൊട്ടെടുത്തിറങ്ങിയത് അവക്കാടോ പറിക്കാനാണ്. പിന്നെ കയ്യിൽ കണ്ടതോ നല്ല മൂത്ത് പഴുത്തൊരു അവക്കാടോ. 2 ദിവസം മുന്നേ നമ്മൾ അവക്കാടോന്റെ വീഡിയോ ചെയ്ത കേട്ടോ. നമ്മളെ കാറ്റിന് മറിഞ്ഞു വീണ അവക്കാടോ നല്ല മൂത്തൊക്കെ നമ്മൾ പറിച്ചിരുന്നു. അപ്പൊ അതിൽ നല്ല പഴുത്ത അവക്കാടാണിത്. അപ്പൊ ഇത് എടുക്കാനുള്ള കാരണം ഇന്ന് നമ്മൾ വേറൊരു വെറൈറ്റി അവക്കാടോ കേട്ടോ പറിക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ല ഇതിന്റെ ഷേപ്പും പിന്നെ ഇതിന്റെ നിറവും കണ്ടില്ല. നല്ല മൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ബ്രൗൺ നിറത്തിലാവും. ഇത് ജ്യൂസ് അടിക്കാൻ പാകത്തിലുള്ള കേട്ടോ. നമ്മളൊന്ന് എടുത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് പറിക്കാൻ പോകുന്ന അവക്കാടോയുടെ മരം. ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചാണ് ഇത് നെറ്റ് ഇടുന്നൊക്കെ. ഞങ്ങളുടെ തോട്ടത്തിലെ ഏറ്റവും ചെറിയ അവക്കാടോ. നമുക്ക് വലിയ അവക്കാടോന്റെ ഒരു കമ്പിന്റെ അത്രയേ ഉള്ളൂ, ഒരു ഭാഗത്തിന്റെ അത്രയേ ഉള്ളൂ, ചെറിയൊരു ഭാഗത്തിന്റെ അത്രയേ ഉള്ളൂ. ഇതിന് ചെടി മുഴുവനായിട്ടുള്ള അവക്കാടോ മുഴുവനായിട്ട്. ഇത് ബഡ് തൈ ആട്ടോ. ഇത് നട്ടതാരറിയോ? BMOള്. ഇപ്പൊ 3ാമത്തെ വർഷമാണ്. BMOൾ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പരിസ്ഥിതി ദിനത്തിന് അന്ന് ഒരു തൈ വെച്ചതാണ്. അന്ന് നമ്മളൊരു ബെഡ് അവക്കാടോ ഉണ്ടായിരുന്നു നമ്മളടുത്ത്. അത് വെച്ച് കൊടുത്ത് ഇതാ 3ാമത്തെ വർഷം. ഇപ്പൊ അവള് 3ാം ക്ലാസ്സിലെത്തി. 3ാമത്തെ വർഷം തന്നെ ഇത് കായ്ച്ചിട്ടുണ്ട്. ഇപ്പൊ കുരങ്ങിന്റെ ശല്യം കാരണം പിന്നെ കുരങ്ങിനൊക്കെ പെട്ടെന്ന് കിട്ടും. കണ്ടില്ല, ആ മരത്തിന്റെ വലുപ്പത്രേ ഉള്ളൂ. മരം എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ചെടി. അപ്പൊ നമ്മൾ നെറ്റിലൊക്കെ നല്ല കവർ ചെയ്ത് ഇതാ ഇഷ്ടം പോലെ അവക്കാടോ ഉണ്ട് കേട്ടോ. ഒക്കെ നെറ്റ് ഇട്ടിട്ടും ഇതിന് ഫസ്റ്റ് അവക്കാടോ പറിച്ചത് കുരങ്ങാണ് കേട്ടോ. കുരങ്ങ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. നമ്മള് ചെടി കണ്ടില്ലേ, ഇവിടെ നമ്മളെ ചെടിയുടെ കാട്ടിയും കുറച്ചുകൂടെ ഉയരത്തിലുള്ള ഒരു കവുങ്ങൊക്കെ കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിലൂടെ നെറ്റിട്ടിട്ടാണ് മൊത്തത്തിൽ നമ്മൾ ഈ മരത്തിൽ മൊത്തം നെറ്റിട്ടത്. അപ്പം ഇതാ ഇവിടെ എവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. നമ്മളിങ്ങനെ കല്ല് വെച്ചിട്ടുണ്ട് അടിയിലൂടെ ഒക്കെ. അപ്പൊ അങ്ങനെ കല്ലെന്തോ നീക്കിയിട്ട് ഇതിനുള്ളിലൂടെ കുരങ്ങ് കയറി. കുരങ്ങ് നേരെ വന്ന് അവക്കാടോ പറിക്കലും ഉമ്മ കാണലും ഒരുമിച്ചായി പോയി. അങ്ങനെ അവക്കാടോ കുരങ്ങ് അവിടെ ഇട്ടിട്ട് കുരങ്ങ് പുറത്ത് കിടക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ടിട്ട് ഇതിന് മൊത്തം നോക്കി. ഉമ്മ അതിന്റെ ഇടയ്ക്ക് വടിയെടുത്തത് 2 അടിയൊക്കെ കൊടുത്തു കുരങ്ങിന്. അതിൽ കുരങ്ങ് നേരെ കയറിയത് ഇതാ നമ്മൾ കുഴിച്ചിട്ട് ഈ കവുങ്ങിലൂടെ കേട്ടോ. ഇത് ഒരു തലപ്പ് ഭാഗം കേട്ടോ കവുങ്ങിന്റെ, അധികം മൂപ്പില്ലാത്ത ഭാഗം. നമ്മൾ പിന്നെ വേഗം വിളവെടുത്ത് കഴിഞ്ഞാൽ ഒഴിവാക്കാന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കവുങ്ങ് കേട്ടോ. മുകളിൽ കയറിയിട്ട് കവുങ്ങ് അങ്ങോട്ട് ഒടിഞ്ഞ് കുരങ്ങ് വീണ്ടും താഴെ വീണ്. പിന്നെ ഏതൊരു ഗ്യാപ്പിലൂടെ കുരങ്ങ് പോയി. പിന്നെ ഉമ്മക്ക് അധികം തല്ലാൻ പറ്റിയില്ല. കൂട്ടത്തോടെ നമ്മൾ ലിച്ചി മരത്തിലൊക്കെ വേറെ കുരങ്ങന്മാർ വന്നിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി ഉമ്മ പേടിച്ചു പോയി. ഞാൻ പുല്ലരിയാൻ പോയതേനു. അങ്ങനെ ഫസ്റ്റ് വിളവെടുപ്പ് കുരങ്ങ് നടത്തി. പിന്നെ പേടിച്ചിട്ട് എന്തായാലും വന്നിട്ടില്ല കേട്ടോ. നെറ്റിലിങ്ങനെ ലോക്ക് ആയതുകൊണ്ട് പിന്നെ ഇതൊക്കെ അങ്ങനെ തന്നെ ഇട്ടു. വേണ്ട, ചെടി കണ്ടില്ല ഇവിടെ നിന്ന് വളഞ്ഞു പോയി. അപ്പൊ നമുക്കിനി ഇതിനുള്ളിൽ കയറാം. 2 ദിവസം മുന്നേ BMOൾ ഇതാ ഈ ഗ്യാപ്പിലൂടെ കയറിയിട്ട് 2 പഴുത്ത അവക്കാടോ ഇതിനുള്ളിൽ നിന്ന് എടുത്താട്ടോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് അവക്കാടോ ആയിട്ടുണ്ടെന്ന്. ഇത് കണ്ട ഈ ഒരു വലിപ്പമേ ഉള്ളൂ, അധികം വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആയിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ 2 താഴെ വീണ്. അപ്പൊ നമ്മൾ വാടി വീണാന്ന് വിചാരിച്ച് BMOളെ വല്ല ഇതിനുള്ളിലൂടെ കയറ്റി BMOൾ എടുത്തിട്ട് അപ്പൊ പിടിച്ചപ്പോൾ തന്നെ നല്ല ഇങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ നെങ്ങുന്നുണ്ട്, നല്ല നെങ്ങുന്നുണ്ട്. അവൾ പിടിച്ചപ്പോൾ തന്നെ അറിഞ്ഞ് ഇത് പഴുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ എന്താ സംഭവം, ഇത് പച്ച അവക്കാടോ ആണ്. അതായത് മൂത്ത് കഴിഞ്ഞാലും പച്ച നിറത്തിലുണ്ടാവുക. ഇതുപോലെ അതാണ് ഞാൻ ഇത് രണ്ടും കാണിച്ചത്. ഇതുപോലെ ബ്രൗൺ നിറത്തിലാവൂല. സംഭവം ജ്യൂസ് അടിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. തൊലി വളരെ നല്ല നൈസാട്ടോ, നല്ല അത്രയും പഴുത്തിരുന്നു. അപ്പൊ എന്തായാലും ഇത് വിളവെടുക്കേണ്ട ആൾ തന്നെ ഫസ്റ്റ് പെറുക്കി എടുത്തിട്ടോ. അപ്പൊ BMOള് പിന്നെ ഇന്ന് ഓള് സ്കൂളിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് ഓളെ കൊണ്ട് പറപ്പിക്കുക നമുക്ക്. അല്ല, ഇത് ഓള് ചെറിയ ആളായതുകൊണ്ട് ഇതിലാണ്ട് കയറിപ്പോയിരുന്നു. പിന്നെ ഇന്നലെയും കുരങ്ങ് വന്നിട്ട് നമ്മളിവിടെ കടച്ചക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ കടച്ചക്കലൊക്കെ കയറി. പക്ഷെ ഇത് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ ഇനി നിർത്തി കഴിഞ്ഞാലേ ഇപ്പൊ BMOൾ ഇപ്പൊ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ സ്കൂളിൽ ലീവ് വരും അല്ലേ. അപ്പത്തേക്കൊക്കെ ചിലപ്പോൾ ഉള്ളതും കൂടെ ഇനി കുരങ്ങ് കയറി കഴിഞ്ഞാൽ പറിച്ചിട്ടാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത്ര ആഴ്ചയ്ക്ക് ആയത് എന്തായാലും വേഗം പറിക്കുക. പിന്നെ അതിന്റെ ഉള്ളിൽ കണ്ടില്ലേ കളയുണ്ട്, ഇഷ്ടംപോലെ കളയുണ്ട്. നമ്മൾ ഫ്രൂട്ട്സിനൊക്കെ വളം ഇട്ട് കൊടുത്ത സമയത്ത് കുറച്ച് വളം ഇട്ട് കൊടുത്തു, അന്നത്ര കളയില്ലായിരുന്നു. അപ്പൊ അതിലും കൊണ്ട് കളയും കയറിയിട്ടുണ്ട്. പിന്നെ ചെത്തി വൃത്തിയാക്കാൻ പറ്റിയില്ല. നമ്മൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറണ്ടെന്ന് വെച്ചിട്ടാട്ടോ സെറ്റാക്കി വെച്ചതല്ലേ. പിന്നെ പറിക്കാനാകുമ്പോൾ കയറാനുള്ള രീതിക്ക് അടച്ചു വെച്ചതാണ്. അപ്പൊ ഉള്ളിൽ കയറിട്ടോ. പിന്നെ കണ്ട ഇതിന്റെ ഉള്ളില് ഇത് മരം ഉണങ്ങിയതല്ല കേട്ടോ. അതൊക്കെ നമ്മള് ഉണക്ക കമ്പുകള്, ഇതാ പ്ലാവിന്റെ കമ്പുകൾ കുത്തി കൊടുത്താണ് ഇതൊക്കെ. ഇതിന്റെ വെയിറ്റ് കൂടുമ്പോഴേ ആദ്യം ചെറുതല്ലേ, പിന്നെ വെയിറ്റ് തോന്നുന്നതനുസരിച്ച് ഇതിന്റെ ഈ ചെറിയ കമ്പാ ഒറ്റ കമ്പിലാ ഇത് ഉണ്ടായത്. നോക്ക്, ഇത് മുഴുവൻ ഒറ്റ കമ്പിലാ. അപ്പൊ ഇത് പൊട്ടി പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുത്തു കൊടുത്താൽ ഒന്ന് മുളയിട്ട് കൊടുത്തു. പിന്നെ പ്ലാവിന്റെ കമ്പുകളൊക്കെ കൊടുത്ത് ചെറിയ ചെറിയ കുത്തുകൾ കൊടുത്ത് അങ്ങനെ നിർത്തിയതാ. ഇതൊക്കെ കൊളാക്കിയിട്ട് ഇങ്ങനെയൊന്നല്ലേ ഇത് മുളയൊക്കെ ചെരിഞ്ഞു പോയിട്ടുണ്ട് കുരങ്ങ് കയറിയിട്ട്. ഇവിടെ കണ്ടോ നല്ല വലുപ്പമുള്ളുണ്ട്. നല്ല വലുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെടിയിലുള്ള മാക്സിമം വലുപ്പമുള്ളതാണ്. ഒരു ഇത്ര വലുപ്പമുള്ളതാണ് നമുക്ക് 2 വീണിട്ട് നല്ല പഴുത്ത് കിട്ടിയത്. മൂപ്പായിട്ടുണ്ട് കണ്ടോ. മൂപ്പായി കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ ആ മിനുസം പോയിട്ട് കുറച്ചും കൂടെ റഫ് പോലെ വരും. പിന്നെ അത് നിറത്തിലും ചെറിയ വ്യത്യാസം കണ്ടോ, ഇങ്ങനെ ഒരു ഡോട്ടൊക്കെ വരും. കുറച്ച് ബ്രൗൺ ഷെയ്ഡ് ചെറുതായിട്ടുണ്ടല്ലോ, അധികമൊന്നും ഇല്ല, എന്നാലും പച്ച തന്നെയാണ്. ബ്രൗൺ ആകുമ്പോൾ നല്ല ഇതുപോലെ നമ്മൾ വെച്ചതിന് പോലെ ആവണം. അപ്പൊ ചൊറിയണൊക്കെ ഉണ്ടിട്ട് ഇതിനുള്ളിൽ. അവിടെ താഴെയുള്ളതൊക്കെ ഇതൊക്കെ നല്ല മൂത്തതാ. പിന്നെ ആദ്യം ഞാൻ ഈ കള ഒന്ന് പറിക്കാം അല്ലേ. കള പറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള
കവുങ്ങിന്റെ പീസ് ഉണ്ട് ഒടിഞ്ഞു വെക്കുന്നത്. അതെന്താ വെച്ചാൽ ഈ ചെടിയിലോട്ട് ഇങ്ങോട്ട് വെയിറ്റ് വന്നിട്ട് കമ്പ് പൊട്ടിയിട്ടില്ല, വളഞ്ഞു നിൽക്കുക. അപ്പൊ അതൊന്ന് മാറ്റി കൊടുക്കുക. പിന്നെ നമ്മളിനി നെറ്റ് ഉയർത്തുന്നില്ല. എന്താ വെച്ചാൽ കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ. ഈ കാണുന്ന ഏകദേശം എല്ലാം ആയിട്ടുണ്ട് അല്ലേ, ഇത്ര വലുപ്പം വെക്കുള്ളൂ. അപ്പം നല്ല വലുപ്പമുള്ളതെന്ന് പറിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ മറ്റൂടെ പറിക്കുക. അതൊക്കെ ഒന്ന് ആവാനുണ്ട്. ഇതൊക്കെ ഈ വലിപ്പം വെക്കൽ ചാൻസ് കുറവാണ് അല്ലേ, മൂക്കുള്ളൂണ്ട് അല്ലേ. മൂത്ര അപ്പൊ അത് പറിച്ചിട്ട് പിന്നെ നമ്മൾ നെറ്റ് ഒഴിവാക്കാം. പിന്നെ അടുത്ത സീസണിലല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇത് ഓൾ സീസൺ ആണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ബെഡ് തൈ വാങ്ങിച്ചു വെച്ചാല് ഇത്ര ചെറിയ അവക്കാട, എല്ലാ അവക്കാടയും നമ്മള് ശരിക്ക് പറിക്കണമെങ്കിൽ തോട്ടി വേണം, കേറിയിട്ടും പറിക്കാൻ പറ്റില്ല. അവക്കാടോന്റെ കമ്പിനൊക്കെ തീരെ ഉറപ്പില്ല, വേഗം പൊട്ടും. അപ്പൊ ചിലത് മാത്രം അടുത്തുള്ളത് മാത്രം നമ്മൾ കേറിയിട്ട് കൈയായിട്ട് പറിക്കാൻ പറ്റില്ല. മറ്റൊക്കെ നമ്മൾ തോട്ടി വെച്ച് പറിക്കലാണ്. ചൊറിയണ തട്ടിട്ടോ, ചൊറിയുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇരുന്ന് പറിക്കേണ്ട കാര്യം. ആദ്യമായിട്ട് നമ്മൾ അവക്കാട ഇരുന്ന് പറിക്കുന്നത്. തൊട്ട മുന്നത്തെ വീഡിയോയിൽ പിന്നെ നമുക്ക് ഞാൻ പറയുന്നു മരം ചെരിഞ്ഞ് വീണ് അങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നോണ്ടാട്ടോ, മറിഞ്ഞു കിടക്കുന്നോണ്ട് നമ്മള് താഴ്ന്ന അത്ര സിമ്പിളായിട്ട് കൈയിട്ട് ഇങ്ങനെ പറിച്ചത്. അത് ഞാൻ വീഡിയോ പറഞ്ഞു, ആദ്യമായിട്ടാണ് നമ്മള് അവക്കാട ഇങ്ങനെ പറിക്കുന്നതെന്ന്. പക്ഷെ ഇത് പിന്നെ ചെടിയിൽ തന്നെ ഇങ്ങനെ തന്നെ ഉള്ളത്. ഇനി നമുക്കിത് മരം ഉയരാനുള്ള ചാൻസ് കുറവല്ലേ. ഒന്ന് ചിലപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്താല്, മുകൾഭാഗം ഇങ്ങനെ വെട്ടിക്കൊടുത്താല് ചിലപ്പോൾ പടർന്നു കിട്ടും. അപ്പൊ നമുക്ക് പിന്നെ എപ്പോഴും ഇരുന്ന് തന്നെ പറിക്കാം. അത് കണ്ടോ, ഇത് ചീഞ്ഞ് ഇത് ഇനി കുരങ്ങേ കയറിയ സമയത്ത് വീണതാണോ അറിയില്ല കേട്ടോ. അല്ലാതെ അങ്ങനെ ചീഞ്ഞ് വീഴലില്ല. എന്താ വെച്ചാല് ഇത് പൊളിച്ചാൽ ഇതാ ഇത് ഈ നല്ല ചീഞ്ഞുണ്ട്. ഇതാ ഇത് മൂപ്പായിട്ടുണ്ടല്ലോ അല്ലേ, എന്താ കുരുവൊക്കെ നമ്മൾ കാണാതെ പോയിട്ട് ചീഞ്ഞതാ കേട്ടോ. കുരങ്ങ് അന്ന് കയറിയ സമയത്ത് വീണുപോയി. ഈ കളന്റെ ഉള്ളിലായി പോയില്ലേ. കണ്ട കുരുവൊക്കെ നല്ല മൂത്തതാ, ചെറിയ കുരു കണ്ടില്ലേ, പറഞ്ഞില്ലേ നൈസായിട്ട് നമുക്ക് ഇത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. വേഗം കളയൊന്ന് നീക്കട്ടെ കേട്ടോ. കണ്ടില്ലേ ചോട് ഇതാണ് കേട്ടോ. ചോടിന്റെ വണ്ണം കണ്ട ഒരു വലിയ മരത്തിന്റെ ഒക്കെ ഒരു കമ്പിന്റെ അത്ര ഉണ്ട് അല്ലേ, ചെറിയൊരു കമ്പിന്റെ അത്ര ഉണ്ട്. ആകെ മരത്തിന്റെ അടിഭാഗത്തിന്റെ വണ്ണം നോക്ക്. അവക്കാട് എപ്പോഴും നമ്മൾ നടല് വിത്ത് മുളപ്പിച്ചിട്ടാണ്, അതും വേഗം കായ്ക്കും. പക്ഷെ നമ്മൾ ബെഡ് തൈ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നട്ടു കൊടുത്തതാണ്. ഇത് തൈ വന്നത് എങ്ങനെയാണെന്നറിയോ, കൃഷിഭവനിൽ അവക്കാഡോന്റെ ഇത് കാപ്പി കൃഷിക്ക് ഇടവിലായിട്ട് അവക്കാഡോ ചെയ്യാനുള്ള ആളുകളോട് ഇങ്ങനെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപേക്ഷ കൊടുത്തു. പക്ഷെ നമുക്ക് എന്താ ഇത് നടേണ്ട സമയമായപ്പോൾ നമുക്കൊരു ഒഴിവുമില്ല തോട്ടത്തിൽ. അതായത് മാക്സിമം നമ്മളെല്ലാ ചെടികളും നട്ടിട്ട്, അപ്പൊ ഇത് കൃഷിയായിട്ട് കുറച്ച് ഏരിയ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞേ സംഭവം നടക്കൂല. അപ്പൊ സാറ് പറഞ്ഞു ഏതായാലും വന്നാലും ഒരു തൈ കൊണ്ടുപോയിട്ട്, ഇത് ബെഡ് തൈയാണ് പെട്ടെന്ന് കായ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തൈ എടുത്ത് പോകുന്നതാ. അത് കുറച്ച് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിതൊക്കെ എന്തായി എന്നറിയില്ല. നമ്മളിവിടെ ഇടവില കൃഷിയായിട്ട് ഓറഞ്ച് ഒക്കെ ചെയ്യുന്ന പോലെ കാപ്പിക്ക് ഇടവിളയായിട്ട് കൊക്കോയും അവക്കാടോ ഒക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ ഇടവിളയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ തോട്ടത്തിൽ ഇനി സ്ഥലമില്ല. അപ്പൊ ഞാൻ അപേക്ഷ കൊടുത്ത സമയത്ത് നമ്മൾ വിളിച്ചു ഇങ്ങനെ ഒഴിവിലൊക്കെ. അപ്പൊ ഇവര് പറഞ്ഞു ഒരു ഏരിയയിലായിട്ട് ഇങ്ങനെ കാണിക്കണം. നമ്മൾ അവിടെയും ഇവിടെ നിന്ന് നട്ടാല് ഇതൊരു കൃഷിയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അവര് ചിലപ്പോൾ ഇൻസ്പെക്ഷൻ കാര്യമൊക്കെ ഉണ്ടാവും, നല്ല തൈയും കാര്യങ്ങളൊക്കെ തരുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നടക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എടുത്തു വരുന്നത് നന്നായിട്ടോ. നമുക്ക് ഇത്ര ചെറിയൊരു മരമായിട്ട് കിട്ടുന്നു. ബെഡ് തൈയാണ് പെട്ടെന്ന് കായ്ക്കുന്നില്ലാതെ മരം ഉയർന്നു പോകും വിചാരിച്ചു. പക്ഷെ ഇത് മരം നല്ല കുള്ളം മരമായിട്ട് വന്നതുകൊണ്ട് ആർക്കും പെട്ടെന്ന് പറിക്കുകയും ചെയ്യാം. ബിയമോൾ എന്നെ നട്ടും ചെയ്ത്. അതെങ്ങനെ റെയിൻ ഷെൽട്ടറിൽ ഇരിക്കുന്നു ഈ തൈ കൊണ്ടുവച്ചിട്ട്. അപ്പം ബിയമോൾ പറഞ്ഞ് 1ാം ക്ലാസ്സിന് ടീച്ചർ എന്തെങ്കിലും തൈ നടുന്നതിന്റെ ഫോട്ടോ എടുത്ത് വിടണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും നമ്മൾ തൈ നടുകയല്ലേ, അപ്പൊ നമുക്ക് അവക്കാഡോനെ അവർ നടാൻ എന്തായാലും നമ്മൾ തൈ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓള് നട്ടിട്ട് ഇടയ്ക്കൊക്കെ വന്ന് നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര. പിന്നെ ഇപ്പൊ കാഴ്ചപ്പോ പ്രാവശ്യം ഒരു എന്താ പറയാ തൈ വെക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നതിന്റെ ഒരു റീൽസ് ഒരു മത്സരമൊക്കെ നടത്തിയിരുന്നു. അതായത് നമ്മള് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്ന പരിസ്ഥിതി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പ്രകൃതിയോടെ ഇണങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ റീൽസ് ഇടാൻ പറഞ്ഞപ്പോൾ ഓൾ അതിൽ കറക്റ്റ് പറഞ്ഞു കേട്ടോ, ഞാൻ 1ാം ക്ലാസ് നട്ട അവക്കാഡോ ആണിത്, അത് ഇതപ്പോ കായ്ച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ടീച്ചറിനൊക്കെ വലിയ ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ബിയമോൾ നട്ടത് ഓൾക്ക് തന്നെ കായ്ച്ചത് കാണിക്കാനായി 3 വർഷം കൊണ്ട്. കഴിക്കാനും പറ്റി. അപ്പൊ അതാണ് അവക്കാഡോന്റെ ജ്യൂസ് നല്ലതാട്ടോ.
പിയമോള് വേറൊന്നും കഴിച്ചില്ലല്ലോ. മാംഗോസ്റ്റീൻ, റംബുട്ടാൻ, അവക്കാഡോ ജ്യൂസ്, ഫ്രൂട്ട്സ് ഐറ്റംസ് മാത്രം അവള് കഴിക്കും. ചക്ക, വേറെയുള്ള ഫുഡൊന്നും ഇങ്ങനെ കഴിച്ചില്ല. ഇവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകളൊക്കെ അവള് കഴിക്കും. അവക്കാഡോ ജ്യൂസ് ആക്കിയിട്ട് സ്കൂൾക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, എല്ലാവർക്കും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, കള നീക്കിട്ടോ. പിന്നെ കള വേഗം പറിച്ചപ്പോ കിട്ടി ഇങ്ങോട്ട്. എന്തറിയോ, മഴ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഡ്രൈ ആയിട്ട് വേഗം അങ്ങനെയല്ല പറിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട്. ചളിയൊന്നുമില്ല. ഇത് നമുക്ക് കോഴിക്ക് തീറ്റായിട്ടാണ് ഇട്ട് കൊടുക്കാം. ഇനി മതി. ഇത് നമുക്ക് കൈക്കോട്ടായിട്ടൊന്ന് ചെത്താനുള്ളൊരു സ്പേസ് ഇവിടെ ഇല്ല. പച്ചത്തുള്ള അല്ലേ. അപ്പൊ കള നീക്കിയപ്പോ എന്തൊരു വൃത്തിയല്ലേ. ഇപ്പോഴാണ് കായ് കാണുന്നത്. നമ്മള് കാപ്പിക്ക് വളമിട്ട സമയത്ത് അന്ന് കളയില്ലായിരുന്നു. അന്ന് ഇതിന്റെ റൗണ്ട് ചെത്തിയിട്ട് വളമിട്ടതിന് ശേഷം നമ്മള് നെറ്റിട്ടത്. ഇത് കണ്ടാൽ ഇതിന് ഉണക്കായതാ നിൽക്കുന്നത്. എന്തൊക്കെ കണ്ടത് ഞങ്ങളിങ്ങനെ പ്ലാവിന്റെ കമ്പ് കൊടുത്തിട്ട് ഉമ്മാദ്യം പറഞ്ഞത് നിലത്ത് തട്ടും അല്ലെങ്കിൽ കൊമ്പ് മേലിന്ന് പൊട്ടുന്നത് കണ്ടോ. ഒറ്റ കൊമ്പിലാണ്. അതാണ് ഇതിലുണ്ട്, താഴത്തേലുണ്ട്, പക്ഷെ കൂടുതലുള്ളത് ഈ ഒറ്റ കമ്പിലാണ്. അത് ഞാൻ മുളയിൽ ലോക്ക് ചെയ്ത് കുത്തനെ വെച്ച മുളയായിരുന്നു. മുളക്കഷ്ണം കുരങ്ങ് തള്ളിയിട്ട് ഇങ്ങനെ ആക്കി. ഇനി നമ്മളിതാ കവുങ്ങിന്റെ ഇത് എന്താ അറിയോ, മുകളത്തെ കമ്പിന്റെ വെയിറ്റ് മുഴുവൻ ഈ കവുങ്ങില് നിൽക്കതാ. ഇത്ര ഇവിടെ വെച്ച് ഓടിച്ചതാണ് കുരങ്ങ്. ഇതിന് നമുക്ക് നല്ല പുറത്തോട്ട് വെക്കാം. അപ്പൊ നമ്മൾ വലിയ കളകളൊക്കെ നീക്കി, പിന്നെ ചെറുത് കുറെ ഉണ്ട്, അത് കൈക്കോട്ടായിട്ട് ചെത്തണം. അതിന് നമുക്ക് നെറ്റ് നീക്കിയിട്ടൊക്കെ ചെയ്യാം. എന്നാലും ചോട്ടിലുള്ളൊക്കെ വൃത്തിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് പറിക്കാം അല്ലേ. അപ്പൊ ഇതൊക്കെ നല്ല ആയതാണ്. നെറ്റ് കൂട്ടി പൊട്ടിച്ചെടുക്കാം അല്ലേ. നല്ല മൂപ്പായതാണ്. ഇനി അടുത്തതിൽ നമുക്ക് വലുപ്പം വെക്കും. എന്നാലും അത്യാവശ്യത്തിന് വലുപ്പമുണ്ട്. നമുക്ക് പഴുത്ത് കിട്ടിയത് ഇതിനും കുറച്ച് ചെറുതായിരുന്നു, അതിലും വലുപ്പമുണ്ട് ഇതൊക്കെ. ഇതിന്റെ ഷേപ്പ് കണ്ടില്ല രണ്ടിന്. ഇത് കുറച്ച് നീണ്ടു വന്നിട്ട് പിന്നെ ഉരുണ്ട് വന്നതാണ് അല്ലേ. കുറച്ച് നീളത്തിൽ വന്നിട്ട് പിന്നെ റൗണ്ട് ആയിട്ട് വന്ന്. ഇത് മൊത്തത്തിലൊരു റൗണ്ട് ആയിട്ട് ചെറിയൊരു ഓവൽ ഷേപ്പ് ഉണ്ട് അല്ലേ ഇതിനും ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് നീളത്തിലുള്ളതുകൊണ്ടാണ് ഇവിടെ വേണ്ട. രണ്ടും ഈ രണ്ട് വെറൈറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ മരമായിട്ടുള്ളതുണ്ട്. ഇത് ഇങ്ങനെ ഉരുണ്ടതും ഉണ്ട്, നീളം വന്നിട്ട് റൗണ്ടായി വന്നതും ഉണ്ട്. രണ്ടും ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ നല്ല വലുപ്പം വെക്കലുണ്ട്. ഇത് പിന്നെ ആദ്യമായിട്ട് ഉണ്ടായതുകൊണ്ട് പിന്നെ ബെഡ് തയ്യക്കല്ലേ. അപ്പൊ എങ്ങനെയാ നമുക്ക് അടുത്ത വർഷമൊക്കെ അറിയും, അങ്ങനെ ഉണ്ടാകുമ്പോൾ അറിയാം. കുറച്ച് നെറ്റ് കൂട്ടിയെടുത്തതാ. ഇങ്ങനെയൊക്കെ പറിക്കാൻ പറ്റുന്ന അവക്കാട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് നെറ്റൊക്കെ കൂട്ടി പൊട്ടിച്ചെടുക്കാൻ. ഇതൊക്കെ എടുക്കല്ലേ നിലത്ത് തട്ടിയത്. ഇത് നമുക്ക് മുകളിൽ തന്നെ പൊട്ടിക്കാതാ. നല്ല ഉറപ്പുണ്ടല്ലോ. എന്നാ കുറച്ച് താഴ്ത്തി തന്നെ പൊട്ടിക്കതാ. കുറച്ച് നീളത്തിലുള്ള നെറ്റ് ഇട്ട് നോക്കിയതാ. ഇനി അത് അവിടെ ഉണ്ടല്ലോ ഉള്ളിലൊന്ന്. ഇതോ ഇത് നല്ല മൂട്ടതാ. ഇതൊക്കെ കുറച്ച് നിലത്ത് തട്ടിക്കുന്നതാ. കണ്ടാൽ നമ്മള് അമ്പായില്ലേ, സീറ്റമ്പായം. ഇതൊക്കെ കണ്ട സീറ്റമ്പായത്തിന് ഇതിലും കുറച്ച് ചെറുതാ സീറ്റമ്പായം. നല്ല വലിയ സീറ്റമ്പായൊക്കെ ഇതിലും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഉണ്ടല്ലോ കാണുമ്പോൾ. ഇതാ ഇപ്പുറത്ത് വരാം. ഇതിലെ വരാൻ പറ്റില്ല, ഫുള്ള് ലോക്കാം. ഇതാ ഇത് കുറച്ച് നീളനാണല്ലേ, ചെറുതായിട്ട്. പക്ഷെ അധികം നീട്ടൊന്നുമില്ല. നല്ല മൂപ്പായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ആയിക്കോട്ടെ അല്ലേ. ഇതൊക്കെ അപ്പൊ നമ്മള് നല്ല വലിപ്പമുള്ള അതെ ഇതിലൊന്നുണ്ട്. ഇത് വേണി പറിക്കാം അല്ലേ. ഇത് മറ്റേ ഇതില് ചെറുതാ ആവുന്നുണ്ട്. അപ്പൊ നമ്മള് ഇത്രയും പറിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ബാക്കി ഇതാ ഇനിയും ഉണ്ട്. ഇതാ 1 3 3 3 6 7 ഒരു 10 മുകളില്. പിന്നെ മുകളിലൊന്നും ഉണ്ടായിരുന്നല്ലോ. മുകളിൽ 2 ഉണ്ടായിരുന്നു. ഒന്ന് കുരങ്ങ് ഇങ്ങനെ മുകളിൽ കയറിയപ്പോ വീണ് പോയി. അതാണ് കുരങ്ങ് പറിച്ചത്. അല്ല പറിച്ചത് വേറെ ഒന്ന് വീണ്. അങ്ങനെ 2 വീണിട്ടുണ്ട്. ശരിയാ. പിന്നെ ഒന്നിപ്പോ നമുക്ക് കാണാതെ ഇപ്പൊ കിട്ടിയില്ലേ. ഇതായിട്ടില്ല, ഇതായിക്കോട്ടെ. ടോപ്പിൽ 2 ഉണ്ടായിരുന്നു. ഒന്ന് തള്ളിയിട്ട് കുരങ്ങ്. അപ്പൊ നമുക്കിതാ ഇത്രയും അവക്കാടോ കിട്ടിട്ടോ. 3ാമത്തെ വർഷം നമ്മൾ നട്ട ബെഡ് തൈലുണ്ടായ അവക്കാടാണ്. വലുപ്പം അതല്ല, മരത്തിനനുസരിച്ച് നല്ല വലുപ്പമുണ്ട്. മരത്തിന്റെ വലുപ്പം അനുസരിച്ചൊക്കെ നല്ല വലുപ്പമാണ് അവക്കാടോ. എന്നാലും നമ്മൾ ഈ ഒരു ടൈപ്പ് അവക്കാടൊക്കെ നമ്മളെടുത്ത് ഏകദേശം 2 1 കിലോയ്ക്ക് മുകളിൽ വരുന്ന അവക്കാടൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ കായ്ക്കലൊക്കെ. പിന്നെ 1 കിലോനൊക്കെ ആയ റേഞ്ചിലുള്ള ഇങ്ങനത്തെ നല്ല അവക്കാടാണ് നമ്മൾ എടുത്തുള്ളത്. നമ്മൾക്ക് ഇതാ ഇങ്ങനെ വരുന്നതിലും കുറച്ചുകൂടെ വലിപ്പം വരിക ഈ ഒരു ടൈപ്പ് വരുന്ന അവക്കാടാണ്. അപ്പൊ അതൊക്കെ നമ്മളെടുത്ത് വലിയ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമുക്ക് അവക്കാട വിളവെടുപ്പും തുടങ്ങി കേട്ടോ. കുറേ ഉണ്ട്. ആവശ്യമുള്ളവരെ കുറെ ആളുകളൊക്കെ നമ്മൾ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ മാർക്കറ്റ് റേറ്റ് കുറച്ച് കുറവാണ്. പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ ആൾക്ക് പറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിൽ നമുക്കിപ്പം കുറച്ച് ഡിമാൻഡ് കുറഞ്ഞു, മഴ ആയതുകൊണ്ട്. കുറച്ച് നേരത്തെ ആയാൽ നല്ല ഡിമാൻഡ് വരും. ഇനിയിപ്പം വരും മഴ, വെയിലൊക്കെ വന്നുകൊണ്ടൊന്നുകൂടെ ചിലപ്പോൾ മാർക്കറ്റ് മാറും.
അധികം ഇതൊക്കെ എക്സ്പോർട്ടിങ്ങിനാണ് പോകുന്നത്. പക്ഷെ അതിന് നമ്മളെ കാലാവസ്ഥ ഒരു പ്രശ്നമല്ല. പക്ഷെ ഇവിടെ മഴ ചെയ്ത അപ്പം കച്ചവടക്കാരൻ വില കുറയ്ക്കും, അതാണ് പ്രശ്നം. അപ്പൊ ഇനി നമുക്ക് ഏതായാലും വന്ന സ്ഥിതിക്ക് കളയൊക്കെ നീക്കിയതല്ലേ, അപ്പൊ കുറച്ച് വളം എടുത്തു വിടുന്നുണ്ട്. ഇതാ ആട്ടിൻകാഷ്ടം ഉണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, എല്ലുപൊടി ഉണ്ട്. ഇത് ശരിക്കും നമ്മൾ ഇതൊക്കെ കായ്ച്ചു തുടങ്ങുമ്പോൾ റംബുട്ടാനൊക്കെ ഇട്ട് കൊടുത്തു, എല്ലാത്തും നല്ല മട്ടം തുറന്ന് ഇട്ട് കൊടുത്തത്. ഇതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് നമ്മൾ കുറച്ച് 16 കാപ്പിക്ക് ഇടുമ്പോൾ കോംപ്ലക്സ് വളം മാത്രം ഇട്ട് കൊടുത്താണ് കേട്ടോ. അതിൽ പൊട്ടാഷൊക്കെ ഉണ്ട്, അപ്പൊ അതങ്ങനെ ഇട്ട് കൊടുത്താണ്. ഇത് നമ്മളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം കായ്ച്ചു കഴിയുമ്പോൾ മൊത്തത്തിൽ ചെടിക്കൊക്കെ ഒരു കരുത്ത് കുറയും. ഇനി ഇതൊക്കെ ഒന്ന് മണ്ണിളക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് എടുത്തത്. നമുക്ക് കൈക്കോട്ട് എടുത്തിട്ട് പണിയെടുക്കാൻ നെറ്റ് ഇട്ടിട്ട് ഇവിടെ സ്ഥലമില്ല, പൊന്തി നിൽക്കാൻ പറ്റില്ല. ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കാന്ന് വെച്ചിട്ടാ. ഇട്ട് കൊടുക്കല്ലേ, ഒന്ന് മണ്ണ് ഇളക്കിയാൽ നമ്മളെ കറവയുള്ള സമയത്ത് പശുക്കളൊക്കെ ക്ഷീണിക്കുന്ന പറഞ്ഞാൽ പശുക്കൾ ആടുകളൊക്കെ ക്ഷീണത്തിലാണ്. ചെനയാവണം നന്നാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇനി കായ്ച്ചു കഴിഞ്ഞ് നമ്മൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തിട്ട് മരം ഒന്ന് ഉഷാറായി വരണം. അപ്പോഴത്തേക്ക് മരത്തിന്റെ കരുത്ത് പോകാതെക്കാനാണ് നമ്മളിതാ ഇപ്പൊ ഞാൻ വളം ഇട്ട് കൊടുക്കുന്നത്. എന്തായാലും ഇതൊക്കെ പിടിച്ചിട്ട് ഇനി ഉണ്ടാവുന്ന വലിപ്പം വെക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, മൂത്ത് കിട്ടാനുള്ള, അതൊക്കെ ഒന്നും കൂടെ നന്നായി കിട്ടും ചെയ്യും. ചെടിയുടെ ക്ഷീണം പോകും കേട്ടോ. ഈ കാണുന്നതൊക്കെ എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും നല്ലതാണ്, കണ്ടില്ലേ, ഇതൊക്കെ വേപ്പ് പിണ്ണാക്ക. ജസ്റ്റ് കലക്കി കൊടുക്കാം. ഇനി വളത്തിന്റെ കുറവുകൊണ്ടാണോ അത് വലിപ്പം കുറഞ്ഞതെന്ന് അറിയില്ല കേട്ടോ. നമ്മളങ്ങനെ കാര്യമായിട്ട് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ നെറ്റ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് വേറെ എന്തിനും നമ്മൾ നെറ്റ് ഇട്ടാലും ചോട് നമുക്ക് നിന്ന് പണിയെടുക്കാൻ കഴിയും. ഇത് മരം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ നമുക്കൊരു പണി നടന്നില്ല. അതുകൊണ്ടാണ്. ഇനി അങ്ങനെയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാകുന്ന നല്ല വലുപ്പം ഉണ്ടാവും. എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കും കേട്ടോ, അടുത്ത പ്രാവശ്യം ഉണ്ടാകുന്നത് വലുപ്പം ഉണ്ടോന്നോ ഇനി ഇതേ വലുപ്പമാണോന്നോ നമ്മൾ ചെടി എത്ര ഉയർന്നൊക്കെ കാണിക്കുക. ഇപ്പം എന്നാലേ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കുറച്ച് പണികളൊക്കെ എടുത്തു, അങ്ങനെ കുറച്ച് സമയം പോയി. അപ്പൊ ഇതാ ഇത്രയും അവക്കാട കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കി നമുക്ക് ഇത്രയും പറിക്കാനുണ്ട്. അപ്പൊ എന്തായാലും പറ്റുന്ന എല്ലാവരും അവക്കാട വിത്ത് നട്ടാലുണ്ടാവും, പക്ഷെ അതെ കുറച്ച് വലിയ മരവും ഇതുപോലെ ബെഡ് തൈ ആക്കി വെച്ചാൽ നമുക്ക് തന്നെ പറിക്കാനും എളുപ്പമാണ്. പിന്നെ കാറ്റൊന്നും പിടിക്കില്ല, അങ്ങനെ ഗുണം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടില്ല, വലിയ മരം ചെരിഞ്ഞു പോയത് കാറ്റ് വേഗം പിടിക്കും. മരത്തിന് തീരെ ഉറപ്പില്ലാത്ത മരമാണ്, കമ്പിനും തീരെ ഉറപ്പില്ലാത്ത മരമാണ്. അപ്പൊ ഇങ്ങനത്തെ ബെഡ് തൈ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വിളവെടുക്കുകയും ചെയ്യാം. എന്നാൽ വീഡിയോ ഇവിടെ നിർത്താം.